Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് റോൾ ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് ഓർ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, ദാറ്റ് ഈസ് MSME. സോ MSME എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അപ്പോൾ അതനുസരിച്ച് MSME യൂണിറ്റുകൾ വഹിക്കുന്ന എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ പ്രത്യേകിച്ച് വഹിക്കുന്ന പങ്കിനെ കുറിച്ച്, അതിൻ്റെ റോളിനെ കുറിച്ച്, പ്രാധാന്യത്തെക്കുറിച്ച്, നമുക്ക് സിഗ്നിഫിക്കൻസിനെ കുറിച്ച് നോക്കാം. ക്ലിയർ? ഇപ്പോൾ റോളെന്നോ ഇമ്പോർട്ടൻസ് എന്നോ സിഗ്നിഫിക്കൻസ് എന്നോ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, നമ്മുടെ രാജ്യത്ത് നേരത്തെ പറഞ്ഞ പോലെ MSME യൂണിറ്റുകൾ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ 99% MSME യൂണിറ്റുകളാണ്. SME മാത്രം എടുക്കുകയാണെങ്കിൽ, സ്മോൾ ആൻഡ് മീഡിയം അല്ലെങ്കിൽ മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ് എടുക്കുകയാണെങ്കിൽ 95% വരും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ. അതുപോലെ തന്നെ MSME യൂണിറ്റ്സ് കോൺട്രിബ്യൂട്ട്സ് 40% ഓഫ് ദി ഔട്ട്പുട്ട്, 40 to 45% ഓഫ് ദി ടോട്ടൽ ഔട്ട്പുട്ട് ഇൻ ഇന്ത്യ. Clear? Industrial output in India is delivered from MSME units. Then manufacturing sector and provided employment to 18 million people ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് പഴയ ഡാറ്റയാണ് കേട്ടോ. ഡയറക്റ്റ് എംപ്ലോയ്മെൻ്റ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇതും പഴയ ഡാറ്റയാണ്. ഇപ്പോഴൊക്കെ വളരെ കൂടുതൽ ക്ലിയർ കോടിക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെക്ടറായിട്ട് ഇത് വന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് most importantly the sector which accounts for 35% of the exports. Clear? 35 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 35 to 40% വരെയുള്ള എക്സ്പോർട്സ് കോൺട്രിബ്യൂഷൻ ഉണ്ട്. Clear? And it has been estimated that they contribute 50% of the total industrial production. Clear? ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ 40 മുതൽ 50%, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ 50%-ഓളം MSME സെക്ടർ നിന്നാണ് വരുന്നത്. എ സ്റ്റഡി കണ്ടക്റ്റഡ് ബൈ US Department of Commerce indicated that the bulk of the investment that have been revolutionized human life in 20th century have been not come from the large enterprises but from the independent small firms. Clear? നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുള്ള അല്ലേ, ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും വന്നിരിക്കുന്നത് ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ് എന്നൊന്നുമല്ല, പിന്നെന്താ സ്മോൾ സ്കെയിൽ യൂണിറ്റുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ സ്മോൾ യൂണിറ്റുകളിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്ലിയർ? സോ അല്ലേ, ഇന്ന് കാണപ്പെടുന്ന ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ് ഒക്കെ മിക്കവാറും അത് തുടങ്ങുന്ന സമയത്ത് സ്മോൾ യൂണിറ്റുകളായിരുന്നു. ക്ലിയർ? അതിപ്പോൾ ഫോർ എക്സാമ്പിൾ മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ ആയിക്കോട്ടെ, ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആയിക്കോട്ടെ, ക്ലിയർ, ഇങ്ങനെ ഏത് തരത്തിലുള്ള ആമസോൺ ആയിക്കോട്ടെ, ഇതൊക്കെ തുടങ്ങിയ സമയത്ത് വളരെ ചെറിയ രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്തത് അല്ലേ. പിന്നീട് അത് ഡെവലപ്പ് ചെയ്തിട്ടാണ് വലിയ തരത്തിലുള്ള ഒരു എൻ്റർപ്രൈസ് ആയിട്ട് അത് മാറിയിരിക്കണം. ഓക്കെ, സോ സർട്ടൻ ഇമ്പോർട്ടൻറ്റ് ഇൻവെൻഷൻസ് that have came from small firm and independent ventures are insulin. Clear? അതുപോലെ തന്നെ പെൻസിലിൻ, ബോൾ പോയിന്റ് പെൻ, എയർ കണ്ടീഷണേഴ്സ്, ഇങ്ങനെയുള്ള കേസസിലെല്ലാം ഇത് ചെറുകിട യൂണിറ്റുകളായിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ള യൂണിറ്റുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ ഇൻവെൻഷൻസ് വരികയും അത് പിന്നീട് പ്രോഡക്റ്റായിട്ട് മാറുകയും ചെറിയ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുകയും പിന്നീട് ഇന്ന് കാണുന്ന തരത്തിൽ വലിയ എൻ്റർപ്രൈസസ് ആയിട്ടൊക്കെ മാറുകയും ചെയ്തിരിക്കുന്നത്. ക്ലിയർ? So first Prime Minister of India, Jawaharlal Nehru, has rightly said that sky is the limit for this small industry. Clear? സ്മോൾ ഇൻഡസ്ട്രിയുടെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താ? സ്കൈ മാത്രമാണ്. കാരണം എന്താ, അവർക്ക് വളരെയധികം ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരു ലാർജ് എൻ്റർപ്രൈസ് ആദ്യം തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ വളരും, പിന്നീട് വളരാനുള്ള സ്കോപ്പ് കുറയും. പക്ഷേ MSME യൂണിറ്റുകൾക്ക് അങ്ങനെയല്ല, അത് തുടങ്ങുന്ന ചെറിയ രീതിയിലാണ് അല്ലേ, വളർന്നു വരാനുള്ള വലിയ സാധ്യത അതിനുണ്ട് താനും. ക്ലിയർ? സോ അങ്ങനെയുള്ളൊരു നേച്ചറിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? സോ ഈവൻ എ ചൈൽഡ് നോസ് ദാറ്റ് ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് റിവൈവൽ ഓഫ് വില്ലേജ് ഇൻഡസ്ട്രീസ് വാസ് ദി ഫാദർ ഓഫ് നേഷൻ, മഹാത്മാഗാന്ധി. അല്ലേ, നമുക്കറിയാം നമ്മുടെ ഗ്രാമസ്വരാജിനെ കുറിച്ചും അല്ലേ, ഗ്രാമങ്ങളുടെ സ്വയം പര്യാപ്തതകളെക്കുറിച്ചും ക്ലിയർ, റൂറൽ എക്കണോമിയെക്കുറിച്ചും അതിൻ്റെ സെൽഫ് റിലയൻസിനെ കുറിച്ചും സെൽഫ് സഫിഷ്യൻസിയെ കുറിച്ചൊക്കെ ആദ്യമായിട്ട് ആശയങ്ങൾ പങ്കുവച്ച വ്യക്തിയാണ് മഹാത്മാഗാന്ധി അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നം അനുസരിച്ച് അല്ലേ, അദ്ദേഹം പറയേണ്ടായി ഖാദി ഒരു മൂവ്മെൻ്റ് ആയിട്ട് അദ്ദേഹം കൊണ്ടുവന്നാണ് അല്ലേ. അതിനെ അദ്ദേഹം പറയുന്നത് എന്താണ്? സൺ ഓഫ് ദി വില്ലേജ് സോളാർ സിസ്റ്റം എന്നാണ്.
ക്ലിയർ. ഒരു വില്ലേജ് സോളാർ സിസ്റ്റത്തിൻ്റെ സണ്ണായിട്ടാണ് പറയുന്നത്. ക്ലിയർ. ഒരു സോളാർ സിസ്റ്റത്തിൽ സണ്ണിൻ്റെ പ്രാധാന്യം എന്താ? ഇറ്റ് പ്ലേസ് എ സെൻട്രൽ റോൾ, അല്ലേ? മറ്റുള്ള എല്ലാത്തിൻ്റെയും ഭ്രമണ പരിക്രമണങ്ങളെയൊക്കെ നിശ്ചയിക്കുന്ന, അല്ലേ, അതിനെ സ്വാധീനിക്കുന്ന, അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു എൻറ്റിറ്റിയാണ് സൺ എന്ന് പറയുന്നത്, അല്ലേ, ഒരു സോളാർ സിസ്റ്റത്തിൽ. അതുപോലെ ഒരു വില്ലേജ് സോളാർ സിസ്റ്റത്തിൽ അതിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് ഖാദിയാണ്. കാരണം എന്താ? ആ പ്രദേശത്തിലെ ലൈവ്ലിഹുഡ്, അവിടെയുള്ള ഓക്യുപ്പേഷൻ, അല്ലേ, അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ, അവരുടെ വരുമാന മാർഗം, ഇതൊക്കെ എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ഖാദിയെ ആശ്രയിച്ചിരിക്കുന്നു. ഖാദി ഹിയർ മീൻസ്, ഖാദി ഒരു മൂവ്മെൻ്റ് ആണെങ്കിൽ പോലും ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് നമ്മൾ എടുത്താൽ മതി. ക്ലിയർ. അപ്പോൾ റൂറൽ ഏരിയയിലുള്ള ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഗ്രാമത്തിൻ്റെ വികസനത്തിൽ വളരെ നിർണായകമായിട്ടുള്ള പങ്കായിരിക്കും, അല്ലേ? ക്യാഷ് ഇൻഫ്ലോസ് ആയിക്കോട്ടെ, ക്യാഷ് ഔട്ട്ഫ്ലോസ് ആയിക്കോട്ടെ, അവരുടെ വരുമാനം ആയിക്കോട്ടെ, ഇതിലെല്ലാം വളരെയധികം പങ്ക് ഒരു ഇങ്ങനെയുള്ള ഇൻഡസ്ട്രീസ്, വില്ലേജ് ആൻഡ് റൂറൽ ഇൻഡസ്ട്രീസ്, ഖാദി ഇൻഡസ്ട്രീസ് വഹിക്കുന്നു. ക്ലിയർ. ആൻഡ് ഇൻഡസ്ട്രീസ് that plants which supports the ഖാദി പ്രോഗ്രാം. ക്ലിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഖാദി പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞുള്ള റിമാർക്കാണ് ക്ലിയർ. ഖാദി ഇൻഡസ്ട്രീസ് ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ആർ ദി സൺ ഓഫ് വില്ലേജ് സോളാർ സിസ്റ്റം. ഓക്കെ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നൊരു മൂവ്മെൻ്റ് ആണ് സ്വദേശി മൂവ്മെൻറ്റ്, അല്ലേ? അപ്പോൾ അതനുസരിച്ച് സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടി അദ്ദേഹം വളരെയധികം, അല്ലേ, പ്രാധാന്യം നൽകിയിരുന്നു. നമ്മൾ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള, അല്ലേ, വിദേശത്തു നിന്നുള്ള കോട്ടൺ, ക്ലിയർ, മില്ലുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചിരുന്ന ക്ലോത്തുകൾ വർജിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന, ഹാൻഡ്ലൂമിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ആൾക്കാരെ ആഹ്വാനം ചെയ്യുകയുണ്ടായി. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ ഒരു സ്വദേശി മൂവ്മെൻറ്റ്, അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ കോവിഡ് നമ്മളെ നയിച്ചിരിക്കുന്നത്, അല്ലേ? കോവിഡിൻ്റെ ഫലമായിട്ട്, അല്ലേ, നമ്മൾ പ്രൈം മിനിസ്റ്റർ പറയുന്ന പോലെ നമ്മളിപ്പോൾ എന്തായിട്ട് മാറേണ്ടി വരുന്നു? ആത്മനിർഭറായിട്ട് മാറേണ്ടി വരുന്നു. ഓരോ പ്രദേശങ്ങളും സെൽഫ് സഫീഷ്യൻ്റ് ആയിട്ട് മാറേണ്ടി വരുന്നു. ക്ലിയർ. സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറേണ്ടി വരുന്നു. കാരണം എന്താ? പീപ്പിൾ മൂവ്മെൻറ്റ്സും അതുപോലെ തന്നെ ഗുഡ്സിൻ്റെ മൂവ്മെൻറ്റ്സിനൊക്കെ റെസ്ട്രിക്ഷൻസും ഒക്കെ വരുന്നൊരു സമയമാണ്. റെസ്ട്രിക്ഷൻ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും നമുക്ക് ഫ്രീ ആയിട്ട് സഞ്ചരിക്കാനോ കൊണ്ടുവരാനോ ഒക്കെ പറ്റാത്തൊരു അവസ്ഥയാണ്, അല്ലേ? അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഓരോ പ്രദേശങ്ങളും സെൽഫ് റിലയൻ്റ് ആവണം. ക്ലിയർ. അപ്പം അത്തരത്തിൽ ഒരു സെൽഫ് റിലയൻ്റ് ആയിട്ടുള്ള രാജ്യം നമുക്ക് കെട്ടിപ്പടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ ഗ്രാമങ്ങളും സെൽഫ് റിലയൻ്റ് ആയിട്ട് മാറണം. ക്ലിയർ. ആത്മനിർഭറായിട്ട് മാറണം. ക്ലിയർ. അപ്പോൾ നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? സോ അത് നമ്മൾ ഗ്രാമപ്രദേശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റുകൾ, അല്ലേ, നമ്മൾ തൊട്ടടുത്തു നിന്നുള്ള പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ളൊരു മനസ്സ് നമ്മൾക്ക് കാണിക്കാൻ പറ്റുകയാണെങ്കിൽ പക്ഷേ ഇത് സാധ്യമാക്കാനും കഴിയും. ക്ലിയർ. സോ മെക്കനൈസേഷൻ എതിരായിരുന്നില്ല ഗാന്ധിജി. പക്ഷേ ക്ലിയർ, മെക്കനൈസേഷൻ എപ്പോഴാണ് ആവശ്യകത? ഹ്യൂമൻ റിസോഴ്സസ് കുറഞ്ഞിട്ടുള്ള ഏരിയയിൽ, അല്ലേ, അങ്ങനെയുള്ള ഏരിയയിലൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം? മെക്കനൈസേഷൻ കൊണ്ടുവരാം. അതല്ലാതെ വളരെ കൂടുതൽ ആളുകൾ ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത്, അല്ലേ, അവർക്കൊക്കെ ജോലി ചെയ്യാനുള്ള സന്നദ്ധതയും സാധ്യതയുണ്ടെങ്കിൽ അവിടെ, ക്ലിയർ, ആളുകൾക്ക് ജോലി നൽകുന്ന തരത്തിലുള്ള ഇൻഡസ്ട്രീസാണ് വേണ്ടത് എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിരുന്നത്. അപ്പോൾ ഗാന്ധിയുടെ അങ്ങനെ ഒരു ഡ്രീംസിനൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് MSME സെക്ടറാണെന്ന് നമുക്കറിയാൻ പറ്റും. ക്ലിയർ. ഇപ്പോൾ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് പ്ലേസ് ക്ലിയർ എ വൈറ്റൽ റോൾ ഇൻ ദി എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദി വില്ലേജ് ആൻഡ് റൂറൽ ഏരിയാസ്. ക്ലിയർ. ഇപ്പോൾ ഗവൺമെൻറ് ഇതൊക്കെ സ്വാതന്ത്ര്യത്തിന് മുന്നാണെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അല്ലേ, സ്വാതന്ത്ര്യത്തിന് ശേഷം വളരെയധികം പ്രോഗ്രാംസ് ഇതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ. ഒരു സൈഡിൽ സെൽഫ് റിലയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മറ്റൊരു സൈഡിൽ അവരെ പ്രൊമോട്ട് ചെയ്ത് ഗ്രാമങ്ങളുടെ വികസനം സാധ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിങ്, അല്ലേ, അതിലാണ് നമ്മൾ ഇൻസെൻറ്റീവ്, സബ്സിഡി, അല്ലെങ്കിൽ കൺസെഷൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കൊണ്ടുവന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ഇൻഡസ്ട്രീസ് കൊണ്ടുവരുന്നതിന് വേണ്ടി ആളുകളെ പ്രേരിപ്പിക്കുന്നു. അല്ലേ, നിങ്ങൾക്കറിയാൻ പറ്റും നമ്മുടെ ഒരു ഗ്രാമപ്രദേശം ഒരു മൾട്ടിനാഷണൽ കമ്പനി വന്നിട്ട് ബിസിനസ് ചെയ്യാൻ സാധ്യതയുണ്ടോ? നോർമലി ഇല്ല. പക്ഷെ എന്ത് ചെയ്യുന്നു? ഗവൺമെൻറ് കൊടുക്കുന്ന ചില കൺസെഷൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ വരുന്നത്, അല്ലേ. ഇപ്പോൾ പെപ്സിയോ കൊക്കക്കോളയോ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ നമ്മളെ ഗ്രാമപ്രദേശങ്ങളിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്ലാന്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്താ കാരണം? ഗവൺമെൻറ് ഗ്രാമപ്രദേശങ്ങളിൽ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കൺസെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടാക്സ് ഹോളിഡേ നൽകുന്നുണ്ട്, രജിസ്ട്രേഷനിലോ ലൈസൻസിങ്ങിലൊക്കെ ഇളവ് നൽകുന്നുണ്ട്, അല്ലേ. ഇങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? അവരിവിടെ വന്ന് ആ പീരീഡ് കഴിയുന്നവരെങ്കിലും അറ്റ്ലീസ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്രയും പീരീഡ് വരെ എന്ത് ചെയ്യുന്നു? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടും, ആ പ്രദേശങ്ങളിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. ക്ലിയർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഗവൺമെൻറ് ഇത് ചെയ്യുന്നത്. ക്ലിയർ. സോ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1956 outlined the rationale for small scale units
1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ക്ലിയർ? സോ they provide immediate large scale employment and they offer methods of ensuring more equitable distribution of the income. Clear? അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ടറായിട്ടാണ് ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് 1956 ഐഡൻറ്റിഫൈ ചെയ്തത്. അതിനുശേഷം 1990-കളിൽ ക്ലിയർ 91-ൽ വീണ്ടും ഇൻഡസ്ട്രിയൽ പോളിസി വന്നിട്ടുണ്ട്. ക്ലിയർ? ഇപ്പോൾ നമ്മൾ പിന്നീട് അതിനുശേഷം അതിൽ റിവിഷനൊക്കെ വന്നിട്ട് അമെൻമെൻറ്റ്സ് ഒക്കെ കൊണ്ടുവന്ന് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ കമേഴ്ഷ്യൽ പോളിസീസ് ഒക്കെ ഉണ്ട്. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഇൻഡസ്ട്രിയൽ കമേഴ്ഷ്യൽ പോളിസീസ് ഉണ്ട്. ഇതിലൊക്കെ ഇങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ പോളിസീസിലും എന്ത് പ്രാധാന്യം വഹിക്കുന്നു? MSME സെക്ടർ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ക്ലിയർ? 2006 ശേഷം ഗവൺമെൻറ് MSMEകൾക്ക് വേണ്ടി മാത്രമായിട്ട് പോളിസീസ് ഫ്രെയിം ചെയ്യാൻ തുടങ്ങി. ക്ലിയർ? അങ്ങനെ ഒരു പോളിസി ഫ്രെയിംവർക്കിൻ്റെ ഭാഗമായിട്ടാണ് ക്ലിയർ നമ്മളിപ്പം MSMEയുടെ ഒരു മിനിസ്ട്രി സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയും MSME ഡെവലപ്മെൻറ്റിന് വേണ്ടി വളരെയധികം പ്രവർത്തിക്കുകയും ക്ലിയർ ഇൻസെൻറ്റീവ്സും സബ്സിഡീസും അസിസ്റ്റൻസും സപ്പോർട്ടും ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ MSME വളരെയധികം നമ്മുടെ രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് പങ്കുവഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോ MSME യൂണിറ്റുകളുടെ ഇമ്പോർട്ടൻസ് പോയിന്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ പോയിന്റ് ആയിട്ട് നോക്കാം. ക്ലിയർ? അപ്പോൾ ഇമ്പോർട്ടൻസ് നോക്കാം, അല്ലെങ്കിൽ റോൾ ഓഫ് MSME യൂണിറ്റ്സ് ഇൻ ഇന്ത്യ ഓർ ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് MSME യൂണിറ്റ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്, ഇമ്പോർട്ടൻസ് ഓഫ് MSME യൂണിറ്റ്സ് ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ്. ക്ലിയർ? നമ്പർ 1, ഇപ്പോൾ ലാർജ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് MSME യൂണിറ്റുകൾ അല്ലേ അതിൻ്റെ വളരെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്ലിയർ? അഗ്രികൾച്ചർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് അല്ലേ ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന ഒരു മേഖലയായിട്ട് ഇതിനെ പറയാൻ പറ്റും. ദെൻ എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ. അല്ലേ നമ്മുടെ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ക്യാപിറ്റലിനെ ഏറ്റവും എക്കണോമിക്കലായിട്ട് യൂസ് ചെയ്യാൻ MSME യൂണിറ്റുകൾക്ക് കഴിയുന്നു. ക്ലിയർ? കാരണം സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ക്യാപിറ്റൽ അല്ലേ. ആ ഫിനാൻഷ്യൽ റിസോഴ്സസിനെ ഒരു നാഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എല്ലാ ഭാഗങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നതിന് ക്ലിയർ അത് എക്കണോമിക്കൽ യൂസ് ഓഫ് ക്യാപിറ്റൽ സാധ്യമാക്കി മാറ്റുന്നു. ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ് സാധ്യമാക്കുന്നു അല്ലേ. എല്ലാ പ്രദേശങ്ങളും ഒരേ തരത്തിൽ വികസിച്ച് വന്ന് അർബൻ റൂറൽ ഡിവൈഡൊക്കെ അല്ലെ ഒരു പരിധിവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കുറച്ച് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിൽ ഒരു വളരെ പ്രാധാന്യം എന്ത് നൽകുന്നു, MSME യൂണിറ്റുകൾ നൽകുന്നു. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. രാജ്യത്തിൻ്റെ വെൽത്തും ഇൻകവും ഒക്കെ ഇക്വിറ്റബിൾ ആയ രീതിയിൽ എല്ലാ പ്രദേശങ്ങളിലേക്കും അല്ലേ വിതരണം ചെയ്യപ്പെടുന്നതിന്, അറ്റ്ലീസ്റ്റ് ഇക്വിറ്റബിൾ അല്ലെങ്കിൽ പോലും അല്ലേ ഒരു റാഷണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ വിതരണം ചെയ്യപ്പെടുന്നതിന് അല്ലേ അത് എന്തൊരു കാരണമാകുന്നുണ്ട്, MSME യൂണിറ്റുകൾക്ക് കാരണമാകുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ എല്ലാവരുടെയും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകും, എല്ലാവർക്കും തൊഴിൽ കിട്ടുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും അറ്റ്ലീസ്റ്റ് ഒരു ലൈവ്ലിഹുഡ് കൊണ്ടുപോകുന്നതിന് ആവശ്യമായുള്ള ഒരു വരുമാന മാർഗം ഉണ്ടാകുന്നു, ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. അപ്പോൾ ആ രീതിയിലേക്ക് രാജ്യത്തിൻ്റെ ഇൻകം വെൽത്ത് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് MSMEകൾ വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട്. ദെൻ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആളുകളുടെ, ജനങ്ങളുടെ, സൊസൈറ്റിയിലുള്ള ആളുകളുടെ അല്ലേ സമൂഹത്തിലുള്ള ആളുകളുടെ പൊതുവായിട്ടുള്ള ക്ലിയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കുന്നതിന്, ക്ലിയർ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യുന്നതിന് MSME യൂണിറ്റുകൾക്ക് കഴിയും. ഏതിലൂടെ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടായാലും ഇൻഫ്രാസ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്തിട്ടായാലും ക്ലിയർ അതേപോലെ തന്നെ ഇൻകം ജനറേഷൻ്റെ കാര്യത്തിലായാലും പ്രോഡക്റ്റുകളും സർവീസുകളും ഓഫർ ചെയ്തിട്ടായാലും ഒക്കെ എന്ത് ചെയ്യുന്നു, അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നു. മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സസ്. മൊബിലൈസേഷൻ ഓഫ് ലോക്കൽ റിസോഴ്സ് അല്ലേ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് മിക്കവാറും MSME യൂണിറ്റുകളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ മൊബിലൈസ് ചെയ്യാനും അതിനെ എക്കണോമിക്കലായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ കൊണ്ടുവരാനൊക്കെ MSME യൂണിറ്റുകൾ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല, വേസ്റ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ടാകുന്നില്ല. ക്ലിയർ? അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളെ ഏറ്റവും എക്കണോമിക്കലായിട്ട് ഉപയോഗിക്കാൻ ഇത്തരം യൂണിറ്റുകൾക്ക് കഴിയും. ദെൻ സിമ്പിൾ ടെക്നോളജി അല്ലേ MSME യൂണിറ്റ് തുടങ്ങുന്നതിന് നമുക്ക് വലിയ ടെക്നോളജി ഒന്നും വേണ്ട. വി ക്യാൻ യൂസ് ഇൻഡിജിനസ് സിമ്പിൾ ടെക്നോളജി, ദ ഇൻഡിജിനസ് ലോക്കലി അവൈലബിൾ ടെക്നോളജി. ക്ലിയർ? ദെൻ ലെസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ക്യാപിറ്റൽ. ക്ലിയർ? ഫോറിൻ ക്യാപിറ്റലിന് ആവശ്യമുണ്ടോ? ഇല്ല. വലിയ എൻ്റർപ്രൈസസ് ഒക്കെ തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇവിടെയുള്ള റിസോഴ്സസ് മതിയാവില്ല, അപ്പോൾ ഫോറിൻ റിസോഴ്സസ് ഒക്കെ വേണ്ടി വരും അല്ലേ. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ യാതൊന്നും ഇവിടെ ആവശ്യമില്ല, FDIയുടെ യാതൊരു ആവശ്യമില്ല അല്ലേ. ഫോറിൻ ക്യാപിറ്റലിൻ്റെ ഡിപ്പെൻഡൻസ് വളരെ കുറവാണ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ചെറിയൊരു ക്യാപിറ്റൽ ഉള്ള ആളുകൾക്ക് തുടങ്ങാൻ പറ്റുന്നുണ്ട്. ഡൊമസ്റ്റിക് ആയിട്ടുള്ള ക്യാപിറ്റൽ മാത്രം അല്ലെങ്കിൽ
നാഷണൽ ക്യാപിറ്റൽ ഫോർമേഷനാണ് അവിടെ നടക്കുക. ഫോറിൻ ക്യാപിറ്റൽ FDI ആയിട്ട് ഇവിടെ ഒന്നും വരേണ്ട കാര്യം MSMEകൾക്കില്ല. ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ് ആണെങ്കിൽ മിക്കവാറും FDIയും അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിന് ഡിപ്പെൻഡൻസ് ഇവിടെ ഇല്ല. അപ്പോൾ അത് ആരെ ആശ്രയിച്ചിരിക്കുന്നു? വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു, അവരുടെ പോളിസി മെഷേഴ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇവിടെ MSME യൂണിറ്റുകൾക്ക് അത്തരത്തിലുള്ള യാതൊരു ഡിപ്പെൻഡൻസിയും ഇല്ല. ദെൻ ഷോർട്ട് ജസ്റ്റേഷൻ പീരീഡ് അല്ലേ, റവന്യൂ ജനറേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഒരു MSME യൂണിറ്റുകൾ അത് സ്റ്റാർട്ട് ചെയ്ത് വളരെ ഉടനെ, വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഒക്കെ ഏൺ ചെയ്യാൻ അവർക്ക് കഴിയും. ക്ലിയർ. പക്ഷേ മറ്റുള്ള വലിയ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിൻ്റെ ജസ്റ്റേഷൻ പീരീഡ് വളരെ കൂടുതലായിരിക്കും. പെട്ടെന്ന് തുടങ്ങാൻ പറ്റില്ല, തുടങ്ങിയാൽ തന്നെ റവന്യൂ ജനറേഷൻ ചെയ്യുമ്പോൾ വളരെ കൂടുതൽ സമയമെടുക്കും. അപ്പോൾ ആ രീതിയിൽ ജസ്റ്റേഷൻ പീരീഡ് കമ്പയർ ചെയ്യുമ്പോൾ MSME യൂണിറ്റുകൾ അവരുടെ ഷോർട്ട് ജസ്റ്റേഷൻ ആയിരിക്കും ഉണ്ടാവുക. പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, എന്ത് പ്രൊമോട്ട് ചെയ്യുന്നു? സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നു. ക്ലിയർ. മിക്കവാറും MSME യൂണിറ്റുകളും പ്രൊപ്രൈറ്ററി കൺസേൺസ് ആണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് about 90% ഓഫ് ദി യൂണിറ്റുകളും MSME യൂണിറ്റുകളും എന്ത് തന്നെയാണ്? പ്രൊപ്രൈറ്ററി കൺസേൺസ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ക്ലിയർ. കുറച്ചെണ്ണം മാത്രം പാർട്ട്ണർഷിപ്പും അതുപോലെ കുറച്ച് കോപ്പറേറ്റീവ് ഫോം കമ്പനികളും ഒക്കെ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ക്ലിയർ, ഇവിടെയൊക്കെ എന്താണ് ചെയ്യുന്നത്? ഒരാൾക്ക് അവരവരുടെ ആയിട്ടുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു എംപ്ലോയ്മെൻറ്റിലേക്ക് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് പ്രൊമോഷൻ ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഏതൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ദെൻ പ്രൊമോഷൻ ഓഫ് എക്സ്പോർട്സ് അല്ലേ, MSME യൂണിറ്റുകളുടെ 35 to 40% ഓഫ് ദി ടോട്ടൽ എക്സ്പോർട്സ് ഓഫ് ദ കൺട്രി ഈസ് ബീങ് കോൺട്രിബ്യൂട്ടഡ് ബൈ MSME യൂണിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും അല്ലേ, എന്തിനും പ്രോത്സാഹിപ്പിക്കുന്നു? എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നു. ക്ലിയർ. എക്സ്പോർട്ടിലൂടെ എന്താ കിട്ടുക? ഫോറിൻ എക്സ്ചേഞ്ച്. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ വളരെയധികം എക്സ്പോർട്ട് പ്രൊമോഷൻ അല്ലേ, എക്സ്പോർട്ടിൻ്റെ കേസിൽ നിർണായകമായിട്ടുള്ള റോളുള്ള, സിഗ്നിഫിക്കൻസ് ഉള്ള, ഇമ്പോർട്ടൻസ് ഉള്ള ഓർഗനൈസേഷനാണ് MSME. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. MSMEയുടെ വേറൊരു പ്രത്യേകത എന്താ? അതൊരു ഗ്രീൻ ഇൻഡസ്ട്രിയാണ് അല്ലേ, പൊല്യൂഷൻ ഉണ്ടാക്കാത്ത ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഭാഗമാണ്. കാരണം എന്താ? മിക്കവാറും ഇൻഡസ്ട്രിക്കും പൊല്യൂഷൻസിൻ്റെ പ്രശ്നങ്ങളില്ല. ക്ലിയർ. ലോക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ. പൊല്യൂഷൻ ഫ്രീ ആയിട്ടുള്ള എൻ്റർപ്രൈസസ് ആയിരിക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ഉണ്ടാകും. വലിയ തരത്തിലുള്ള ലാൻഡ് അക്വയർ ചെയ്യുന്നുണ്ടാകും. ക്ലിയർ. അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ലാൻഡ് അക്വയർ ചെയ്ത് നിലവിലുള്ള കൃഷിസ്ഥലങ്ങളൊക്കെ നികത്തി അങ്ങനെ യാതൊരു കാര്യമില്ല. ക്ലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് എക്കോളജി അത് പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് MSME യൂണിറ്റുകളിലൂടെ കഴിയുന്നു. ദെൻ ഫെസിലിറ്റേറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് എ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ്. MSMEകൾ എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ഓപ്പറേറ്റ് ആസ് ആൻസിലറി യൂണിറ്റ്സ്. ചെറുകിട വ്യവസായങ്ങൾ അല്ലേ, വലിയ വലിയ യൂണിറ്റുകൾക്ക് മെറ്റീരിയൽസോ ഇൻപുട്സോ അല്ലെങ്കിൽ പാർട്സോ സ്പെയേഴ്സോ ഒക്കെ നൽകുന്ന ചെറുകിട യൂണിറ്റായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ കഴിയുന്നത് കൊണ്ട് അല്ലേ ആൻസിലറി യൂണിറ്റ് എന്നാണ് അതിനെ പറയുക. അങ്ങനെ ആൻസിലറി യൂണിറ്റുകൾ എന്തിനെ ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു വലിയ വലിയ എൻ്റർപ്രൈസസിനെ ക്രിയേറ്റ് ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ രീതിയിൽ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് എ ലാർജ് ഇൻഡസ്ട്രി. ക്ലിയർ. മാത്രമല്ല MSME സെക്ടറിൽ തുടങ്ങുന്ന ഒരു ഇൻഡസ്ട്രി കുറച്ച് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? അത് മൈക്രോ നിന്ന് സ്മോൾ ആവും, സ്മോൾ നിന്നും എന്തായിട്ട് മാറും? മീഡിയം ആയിട്ട് മാറും, മീഡിയത്തിൽ നിന്ന് ലാർജ് ആയിട്ട് മാറാനും സാധ്യതയുണ്ട്. ഈ രീതിയിൽ ഒരു സ്കെയിലപ്പ് ഡെവലപ്മെൻറ്റിന് ഉണ്ടാവും. ക്ലിയർ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിൻ്റെ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. ക്ലിയർ. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? എക്കണോമിക് ഡെവലപ്മെൻറ്റിന് MSMEകളുടെ റോളായിട്ട്, ഇമ്പോർട്ടൻസ് ആയിട്ട്, സിഗ്നിഫിക്കൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ.